നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാരിയൊക്കെ ഉടുത്ത് കെട്ടി ഒരുങ്ങിയത് തന്നെ അമ്മയുടെ നിർബന്ധത്തില. ദേ ഈ മാല തന്നെ കണ്ടില്ലേ, എന്ത് ഓവറാണെന്ന് നോക്കിയേ. പിന്നെ ദേ ഈ കാപ്പ്, ഇതെന്താ സ്വർണ്ണക്കടയുടെ പരസ്യവും. ഈ കളർ കോമ്പിനേഷൻ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ചുവപ്പും പച്ചയും. ഭദ്രകാളിയുടെയൊക്കെ നൃത്തരൂപം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പോലെയുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പെൺകുട്ടികൾ ഏറ്റവും ഭംഗിയായി അണിഞ്ഞൊരുങ്ങാൻ കൊതിക്കുന്ന സമയങ്ങളിലാ അവർക്കതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതെന്നാ. പെണ്ണ് കാണലിനും കല്യാണത്തിനുമൊക്കെ ഒരു ബ്യൂട്ടീഷ്യൻ വന്നിറങ്ങിയ പിന്നെ അവരാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോ നിനക്ക് അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹമുള്ള ദിവസം ഇത്. പെൺകുട്ടികൾക്ക് എപ്പോഴാ അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹമില്ലാത്തത്? പ്രത്യേകിച്ചും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന അവസരങ്ങളിൽ. ആണിന്റെ മുന്നിൽ തോറ്റുപോകരുതെന്നൊരു വാശി കൂടിയുണ്ട് എനിക്ക്. നീ എന്താ കല്യാണം കഴിക്കാനോ അതോ ദ്വന്ദ്വയുദ്ധം നടത്താനോ പോകുന്നേ? ഒരു വിധത്തിൽ പറയുമ്പോ രണ്ടും ഒന്ന് തന്നെയാടി. തേനെ പാലേന്നൊക്കെയുള്ള വിളി ആദ്യത്തെ 1-2 വർഷങ്ങളിലേ ഉണ്ടാവൂ. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ ഒരാൾ മറ്റൊരാളെ ഭരിക്കും. അത് ഭാര്യയോ ഭർത്താവോ ആകാം. മാനസികമായോ ശാരീരികമായോ വൈകാരികമായോ ഉള്ള ആക്രമണം കൊണ്ട് അപരനുമേൽ ജയം നേടുന്നയാൾ. ആമിനി, നീ ഒരുമാതിരി ഫെമിനിസ്റ്റുകളെ പോലെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ ഫെമിനിസ്റ്റ് ആയിരുന്നെങ്കിൽ ആദ്യം എന്റെ കഴുത്തിൽ താലി കെട്ടിയവനോട് ഡിവോഴ്സ് വാങ്ങിക്കാൻ നടക്കില്ലായിരുന്നു ഞാൻ. അവനെ കഴുത്തിൽ ഒരു കയറ് കെട്ടി വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടി തൂക്കിയാനെ ഞാൻ. എടി, എന്ത് ഭാവിച്ച നീ ഈ കല്യാണത്തിന് ഒരുങ്ങുന്നത്? ആദ്യം ആ കോളേജിൽ വെച്ചിറങ്ങി വരട്ടടി, നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കാം മുന്നോട്ട് ബാക്കി എന്ത് ചെയ്യണോന്ന്. നിങ്ങളുടെ ഭർത്താവിന് വേറൊരു ബന്ധമുള്ളത് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഒരു പുരുഷന് 2 ഭാര്യമാരാകാമെന്ന് അല്ലേ? ശാരദ, ഇവിടെ കാഴ്ച കണ്ടോണ്ട് നിൽക്കാൻ വിളിച്ചാണോ നിങ്ങളെ? അല്ല, ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഇവിടെ എന്താ ചെയ്യേണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക ഇവിടെ. അപ്പോ ഒലക്ക പുഴുങ്ങി ചമ്മന്തി അരക്കണം. ഗീത പറഞ്ഞാ മതി. നിങ്ങളെന്താ എന്നെ കളിയാക്കുവാണോ? ആ റാക്കിലിരിക്കുന്ന മധുര പലഹാരങ്ങളൊക്കെ ഈ തൃക്കൈ കൊണ്ട് ആ പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്തു വെക്കണം. പിന്നെ അതിഥികൾക്ക് കുടിക്കാൻ ചായ ഇടണം. എനിക്കിതൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഒരു 100 കൂട്ടം തിരക്കിനിടയില് അടുക്കള നോക്കാനെങ്കിലും ഒരാളെ കിട്ടുമല്ലോ എന്ന് കരുതിയ. കരുണേട്ടന്റെ കടയിൽ കള്ളപ്പണി ചെയ്ത് കാശ് വാങ്ങുന്നവരല്ലേ? ഇന്ന് ഉച്ചയ്ക്കും 4 മണിക്കും അത്താഴത്തിനുള്ളതും കൂടി വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാ മതി. കരുണേട്ടൻ കടയിൽ നിങ്ങളെ നിർത്തിയിരിക്കുന്നതില് എന്തെങ്കിലും കഴമ്പുണ്ടോന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. ആ, ഒന്ന് വേഗം വേണം. അവരൊക്കെ ഇപ്പൊ എത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതാ എന്റെ മോള് യാമിനി. ഐറ്റം നമ്പർ 2, നിന്റെ ചെറുക്കൻ ഷാറുഖ് ഖാന്റെ ഒരു കട്ട പൊക്കം നിന്റെ അത്ര ഉണ്ടോന്നൊരു സംശയം. എന്നാലും നിറത്തിന് ഒരു കുറവുമില്ല. എല്ലാം എനിക്ക് ചീക്കി വെച്ചിരിക്കുന്ന ആ മുടി കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ?
ഇതാ എന്റെ മോന്റെ അജീവ്. താടിയും മുടിയൊക്കെ വളർത്തി ഉണ്ണിയെ പോലൊരു സാധനം. ചായ കൊടുക്കും മോളെ. ഇനി അമ്മാവന് കൊടുക്കും മോളെ. ഇനി അമ്മയ്ക്ക്. ഇവിടെ വെച്ചു. അതും ഇങ്ങ് വെച്ചോളൂ. ചായ കുടിക്കേ. ഈ ചായ ഈ ചായ ആരുണ്ടാക്കിയതാ? മോൻ ഇഷ്ടപ്പെട്ടോ? ഹാ. ആ, മോളുണ്ടാക്കിയതാ. പാചകമൊക്കെ നല്ല ഒന്നാം തരമായിട്ട് ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കറിയാം ഈ വിവാഹം നടത്താൻ എടുത്തേക്ക് വലിയ ആഗ്രഹമാണെന്ന്. സന്ദീപിന്റെ വിവാഹം എന്റെയും വലിയൊരു ആഗ്രഹം. അനഘയെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നേ, ആതിരെ പോലെ. അങ്ങനെയുള്ള എന്റെ അനിയത്തിയുടെ കഴുത്തിൽ സന്ദീപ് താലി കെട്ടുന്നത് കാണാൻ എടുത്തേക്കാളും ആഗ്രഹം എനിക്കുണ്ട്. അത് സമയമാകുമ്പോൾ നടത്താൻ ഞാൻ മുൻകൈ എടുക്കുകയും ചെയ്യും. അച്ഛാ, മുന്നും പിന്നും നോക്കാതെ നമ്മൾ ഓരോന്ന് തീരുമാനിച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇനി നാണം കെട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സന്ദീപും അനഘയും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. പരിഹാര ക്രിയകളെല്ലാം ചെയ്തതിനു ശേഷം നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിള്ളേരുടെ വിഷമത്തെക്കുറിച്ച് അവന്തിക പറഞ്ഞപ്പോ എല്ലാവരുടെ അഭിപ്രായം കൂടി അറിയാമെന്ന് വെച്ചു. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. സച്ചേട്ടാ, ഞാൻ വന്നേക്കാം. ഇനിയും എന്റെ കണ്ണു വെട്ടിച്ച് ഇമാതിരി പണിക്കിറങ്ങിയോണ്ടല്ലോ കാലേ വാരി ഭിത്തിയിലടിക്കും ഞാൻ. ഇനി എന്റെ കണ്ണു വെട്ടിച്ച് ഇമാതിരി പണിക്കിറങ്ങിയാലുണ്ടല്ലോ കാലേ വാരി ഭിത്തിയിലടിക്കും ഞാൻ. ഈ സന്ദർഭത്തിൽ ഞാൻ പറയേണ്ടത് ആ ഡയലോഗാ. പക്ഷേ ഞാനത് പറയില്ല. കാരണം എന്റെ പൈതൃകവും സംസ്കാരവും വേറെയാണ്. ആദ്യം ഈ വീട്ടിലെ ദോഷങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ആ ദോഷം മാറ്റിയാലും അനഘയുടെ വളർത്ത ദോഷം മാറാത്തതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല. ഡോക്ടർ സന്ധ്യയുടെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയാം. ഇനി ഈ വിവാഹം നടത്താൻ ശ്രമിച്ചാ
ബോധം പോകുന്നത് അനിയത്തിയുടെ മാത്രമായിരിക്കില്ല. നീയും ആ സന്ധ്യയും അവളുടെ ഭർത്താവും ചേർന്നുള്ള ഈ കളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. നീ എനിക്ക് പറ്റിയ പോരാളി തന്നെ. നമ്മൾ തമ്മിലുള്ള കളിയില് 1-0 നീ മുന്നിലാ. ഒരു സമനിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പറയാ, ഇവിടെ വെച്ച് നിർത്തിക്കോ നീ. അതിന് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി നമ്മൾ കളിക്കുന്ന കളിയിൽ ഒരു സമനിലയില്ല. വിജയം എനിക്ക് മാത്രമായിരിക്കും. നിങ്ങൾ ഇത്രയും ചെയ്തിട്ടും ഞാനത് ആരോടും പറയാതിരുന്നത് നിങ്ങൾ അർച്ചനയുടെ കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട്. നിങ്ങൾ നാവ് കൊണ്ട് പറയും, ഒന്നും ചെയ്യില്ല. ഞാൻ പറയില്ല, ചെയ്ത് കാണിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ അനഘയുടെ സന്ദീപിന്റെ വിവാഹം നടത്തി കാണിക്കും. അപ്പം ഞാൻ സമ്മതിക്കാം അവന്തിയെടുത്തി എനിക്കൊത്ത പോരാളിയാണെന്ന്. അത് കഴിഞ്ഞ് ആലോചിക്കാം നെല്ലിശ്ശേരിയിലെ പെൺപോരാട്ടം എങ്ങനെ വേണോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജന മോൾക്ക് അങ്കിൾ എന്ന് പറയാൻ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെതായ ചില തിരക്കുകളും ഉണ്ട്. നല്ലത്. പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു അനിയത്തിയും മകളെയും കിട്ടിയപ്പോ ഗൗതം മറ്റു പലതും മറന്നു പോകുന്നു. സഹോദരിയെ പോലെ തന്നെ മറവി ഗൗതത്തെയും വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നീ എന്താണെന്ന് വെച്ച് തെളിച്ചു പറകരുതേ. എല്ലാം മറന്ന് സഹോദരി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഗൗതം കാണുന്നുണ്ടല്ലോ. മംഗലശ്ശേരിക്കാരെ മുച്ചോട് മുടിക്കുമെന്ന് ശപഥം ചെയ്ത് ഇറങ്ങി തിരിച്ചവൾ ഇന്ന് അവരുമായി ബന്ധുത്വത്തിന് കാത്തു നിൽക്കുന്നു. കലികാലം, അല്ലാതെന്തു പറയാനാ. അതെ, കുട്ടികളുടെ നിർബന്ധത്തിനു മുന്നിൽ ഏതച്ഛനമ്മമാരാ വഴങ്ങാത്ത? എത്ര കടുപിടുത്തം പിടിച്ചാലും അവസാനം അവരുടെ മുന്നിൽ ബലഹീനതരായി പോവും. അത് മനുഷ്യ സഹജമാണ്. അതേ ദക്ഷയും ചെയ്തുള്ളൂ. സൂപ്പർ. അനിയത്തിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ദക്ഷ ചുവട് മാറ്റി തുടങ്ങിയപ്പോഴേ ഞാൻ കളം മാറ്റി പിടിച്ചു. മംഗലശ്ശേരിക്കാർക്ക് മേൽ എന്റെ ഉള്ളിൽ ആളിക്കത്തുന്ന പക അത്ര പെട്ടെന്നൊന്നും കെട്ടുപോവില്ല. ഗിരിക്ക് വേണ്ടിയാ ഞാനതങ്ങനെ കെടാതെ സൂക്ഷിക്കുന്നെ. ഇപ്പൊ പക വീട്ടാൻ ഒരു സുവർണ അവസരം വന്നിരിക്കുന്നു. കല്യാണമൊക്കെ ഗംഭീരമായി തന്നെ നടക്കട്ടെ. പക്ഷെ മധുവിധു ആഘോഷിക്കാനുള്ള ആയുർദൈർഘ്യം പോലും കല്യാണ പയ്യന് കിട്ടില്ലല്ലോ. കവിത എന്തൊക്കെ ഈ പറയുന്നത്? കവിത പറയുന്നത് സത്യങ്ങൾ മാത്രം. ഞാൻ സഞ്ജുവിന്റെ ജീവൻ എടുക്കാൻ പോവാ. വേണ്ട കവിത, ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. എന്തായാലും നമുക്ക് ആലോചിച്ച് ചെയ്യാം. കവിത ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമായത്. കവിത, വലിയൊരു അപകടത്തിലേക്കാണ് നീ ചെന്ന് ചാടാൻ പോകുന്നത്. ദക്ഷയെങ്ങാനും അറിഞ്ഞ പിന്നെ നീ ജീവനോടുണ്ടാവില്ല. അനിയത്തിയുടെ വമ്പ് കാട്ടി എന്നെ ഭയപ്പെടുത്തണ്ട. അതൊക്കെ എങ്ങ് മുംബൈയിലോ പൂനെയിലോ ഒക്കെ മതി. കവിത ജനസ് വേറെയാ. ഗൗതം ചെയ്യുന്നതൊക്കെ അനിയത്തിയുടെ മുറിവുണക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഏട്ടന് വേണ്ടിയാ. ഗൗതം അതുകൂടി ഓർത്തു വച്ചിരിക്കുന്നത് കുറ്റബോധം കുറയ്ക്കും. കവിത, ഹലോ. മോനെ സഞ്ജു, നീ എന്താ ഉറങ്ങുന്നില്ലേ? നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് മോനെ. നാളെ രാവിലെ അമ്പലത്തിൽ പോണ്ടതാ. ദേവിയുടെ തിരുനടയിൽ ചെന്ന്
ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. മോന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ദേവിക്ക് കഴിയില്ല. നിന്റെ ആഗ്രഹം ദേവി നടത്തി തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോഴും സ്വാതിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടാ, സ്വാതിയല്ല, ദൈവം തമ്പുരാനായാലും ലക്ഷ്മിക്ക് മുന്നിലടി ഇറവ് പറയും. അവളെ പോലൊരാൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേ വേണ്ട. എടാ, ഇനിയും നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഒരു സമാധാനത്തിന് നീ ലക്ഷ്മി ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ പോവാ. നിന്നെ പോലെ എനിക്ക് മണ്ഡപത്തിൽ കയറിയിരുന്ന മാത്രം പോരാ, ഒരുപാട് പണിയുണ്ട്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഹലോ ലക്ഷ്മി, ലക്ഷ്മി, നീ എന്താ മിണ്ടാത്തത്? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? നാളെയാ കല്യാണം. സ്വാതിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലേ? എന്നോട് നിങ്ങൾ പൊറുക്കണം. ചേച്ചിക്ക് ഇതുവരെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷ്മി, നീ എന്താ ഈ പറയുന്നത്? ഞാൻ അവസാനമായി കാണാൻ വന്നപ്പോ അവള് നന്നായി സുഖപ്പെട്ട് കണ്ടതല്ലേ? ചികിത്സ ഇനിയും തുടരേണ്ടതുണ്ട്. ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ കൊണ്ടുവരും? ഇവിടെ ആരും എന്നെ അതിന് സമ്മതിക്കില്ല. സമ്മതിച്ച തന്നെ ചേച്ചി വരാനും കൂട്ടാക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ തോറ്റുപോയി. നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. തോറ്റുപോയത് നീയല്ല, ഞാനാ ലക്ഷ്മി. എന്റെ വീട്ടുകാരെ നിശ്ചയിച്ചു തന്നെ സംഭവിക്കട്ടെ. സഞ്ജനയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേക്കാം. അതല്ലേ എല്ലാവർക്കും കാണേണ്ടത്. എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച ഞാൻ അതുകൂടി ചെയ്തു കൊടുത്തേക്കാം. ഒന്ന് ഞാൻ നിന്നോട് പറയാം, താലികെട്ട് മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ സഞ്ജു പിന്നെ ഈ ലോകത്തുണ്ടാവില്ല. കതിർ മണ്ഡപം തന്നെയാവും എന്റെ മരണശൈലി. ഹലോ ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്? അദ്ദേഹത്തെ അറിയാനായിട്ട് ആരുമില്ലാതായി പോയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊന്നും ഓർത്ത് വിശാൽ സാറ് വെറുതെ സങ്കടപ്പെടണ്ട. പാർവതി, സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ നീ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിനു പകരം ഞാൻ എന്ത് തന്നാലും മതിയാവുക. എനിക്കൊന്നും വേണ്ട. വിശാൽ സാറിന്റെ ഈ സ്നേഹം മാത്രം മതി. പാർവതി, നീ ജനിച്ചതും വളർന്നതും ഗ്രാമത്തില്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വഴിപാടുകൾ നിനക്ക് പുതുമയില്ലായിരിക്കാം. പക്ഷേ
ഇന്ന് നീ ആ പഴയ പാർവതിയല്ല. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. ഇത് നിന്നെ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് നിന്നെ പ്രഭാവതി അമ്മ ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ആ വിഷമം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പറ്റില്ല പാർവതി, നിന്നെ ആരെങ്കിലും തല്ലിയാലും ശകാരിച്ചാലും എനിക്കത് താങ്ങാൻ പറ്റില്ല. വിശാൽ സർ, അങ്ങനെ മനസ്സ് വിഷമിച്ചോണ്ട നീ അന്ന് ഉപേക്ഷിച്ച ചാവി പോലും ഞാൻ വാങ്ങിവെച്ചത്. ഇത്രയൊക്കെ സ്നേഹം വിശാൽ സാറിന് എന്നോടുണ്ടെന്നറിയുമ്പോ എനിക്ക് ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വിശാൽ സർ. ആ ഭിക്ഷയെടുത്ത് നേർച്ചയാണെന്ന് മനസ്സിലായി. ആ നേർച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പറയൂ പാർവതി, എന്തിനു വേണ്ടിയായിരുന്നു ആ നേർച്ച? അത് വിശാൽ സാറിന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി. പാർവതി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നീ എന്റെ തൊട്ടടുത്തുള്ളിടത്തോളം എനിക്ക് എന്താപത്ത് വരാനാ? എനിക്ക് ഒരാപത്തും വരില്ല. അതിനുവേണ്ടി നീ ഇങ്ങനെ പ്രത്യേകിച്ച് നേർച്ചയും വഴിപാടും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ദേ, നേരം വൈകുന്നു, നമുക്ക് കഴിച്ചാലോ? ദേ, ഞാൻ നിനക്കുള്ള ഭക്ഷണം കൂടി എടുത്തിട്ടുണ്ട്. പകല് നീ തന്ന പ്രസാദം നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. ഇതെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്റെ തലയിലെടുത്തറിഞ്ഞ വിശാൽ സാർ ഇങ്ങനെയൊന്നും പറയില്ല. അത് വിശാൽ സാർ അറിയുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളുടെ അമ്മായി ഇപ്പൊ വരണം. ഫാത്തിമ ആരാണെന്ന് മനസ്സിലാവും. എന്നാലും ഇങ്ങനെയും കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരുണ്ടോ? പെണ്ണുങ്ങളുടെ ശത്രുക്കൾ പെണ്ണുങ്ങൾ തന്നെയാ. ഒക്കെ നന്നായിന്ന ചേച്ചി എനിക്ക് തോന്നുന്നേ. ചേച്ചി പോലെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായി. തോറ്റുപോകില്ല എന്നൊരു തീരുമാനം എടുത്തു. ഇപ്പൊ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. അയ്യോ അയ്യോ, എന്തു പറ്റി? അയ്യോ കുഞ്ഞെ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഒന്നുമില്ല, അങ്ങോട്ട് എനിക്കൊരു ക്ഷീണം. കുഴപ്പമൊന്നുമില്ലല്ലോ. സാർ നമുക്ക് ആശുപത്രി പോവാം. ഒന്നും വേണ്ട, കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാ മതി, പേടിക്കണ്ട. ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ഒന്നുമില്ല ശ്യാമേ. കുടിക്കേ. സാർ നമുക്ക് ആശുപത്രി പോവാം സാർ. ഹോസ്പിറ്റലൊന്നും പോണ്ട, ശരിയായി. ചൂടത്ത് നിന്നിട്ടാ. ഇതൊന്നും പരിചയമില്ലാത്തവരല്ലേ രണ്ടുപേരും. ഒരു കാര്യം ചെയ്യും, മോളെ കുറച്ചു നേരത്തേക്ക് കച്ചവടം ഒന്നും വേണ്ട. രണ്ടുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് വാ. വേണ്ട ചേച്ചി, ഒന്നും വേണ്ട, ഇപ്പൊ ശരിയായി തുടങ്ങി. ചേച്ചി പൊയ്ക്കോ, കുഴപ്പമില്ല. എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്തുണ്ടെങ്കിലും വിളിക്കണം.
ശരി ചേച്ചി. സർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരുവിധം ശരിയായി. നല്ല ചൂടായിരുന്നല്ലോ. ദൈവമേ, നിനക്ക് ചൂടൊന്നും അറിയുന്നില്ലേ? ചൂടൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ക്ഷീണം തുടങ്ങുമ്പോ ഭാവിയെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആലോചിക്കും. അപ്പൊ ക്ഷീണമൊക്കെ അങ്ങ് പോവും. സർ, ഞാൻ കാരണം സാറിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടി വന്നത്. ഒന്ന് വെറുതെ ഇരിക്കും ശ്യാമ. അമ്മ പറഞ്ഞ പോലെ എന്നെ തൽക്കാലത്തേക്ക് കൈ ഒഴിഞ്ഞായിരുന്നെങ്കിൽ സാറിന് ഈ കഷ്ടപ്പാടൊന്നും അറിയേണ്ടി വരില്ലായിരുന്നു. ശരി, എന്നാ പിന്നെ ഞാൻ പോയേക്കാം. സാർ, സാറിന്റെ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സാറ് പോയാ പിന്നെ ഞാനില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, മരണത്തിന് മാത്രമേ നമ്മളെ പിരിക്കാൻ സാധിക്കൂ. ഇല്ല, മരിച്ചാലും നമ്മൾ പിരിയില്ല. ഏയ് ശ്യാമേ, ആളില്ലേ? സാർ ഇവിടെ ഇരിക്കുക. ക്ഷീണമൊക്കെ മാറി പതുക്കെ വന്നാൽ മതി. കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുക, ഇരിക്കാൻ. എന്താ വേണ്ട? 1 കിലോ ബീറ്റ്റൂട്ട്. ക്യാരറ്റ് വേണ്ടേ? വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ എന്ന സ്ഥാനമേറ്റ് ആദ്യം ഒപ്പുവെച്ച ഫയല് അരവിന്ദനെ പിരിച്ചുവിടുന്നായിരുന്നു. ശ്യാമേ, ഞാൻ വീട് വരെ പോവാ. അവരെ കൊണ്ട് ഇന്ന് രാത്രി തന്നെ അരവിന്ദേട്ടനെ ഞാൻ തിരിച്ചെടുപ്പിക്കും. സാർ, സാർ, ഇതെനിക്ക് വിട്ടേക്കോ. ഞാൻ നോക്കിക്കോളാം. അമ്മേ, അരുണിന്റെ കാര്യത്തില് കൂടുതൽ ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു അമ്മേ. എന്താ മോനെ? അമ്മേ, അവനിപ്പോ ആകെ ഡിപ്രസ്ഡ്. ഓഫീസിലും മിക്കവാറും കാണാറില്ല. ഇന്നലെ ആണെങ്കിൽ കുറച്ചു നേരം സീറ്റിൽ ഇരുന്നിട്ട് പോയി. എന്റെ സംശയം ബലപ്പെടും അമ്മേ. എന്ത് സംശയം? അശ്വതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. അതായത് അവന്റെ കാമുകിയായിരുന്ന അഭിരാമിയാണ് ഇപ്പോഴത്തെ അശ്വതി എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്മേ. ഈശ്വരാ. ഇന്ന് ഞാൻ അവനൊന്ന് ഫോളോ ചെയ്തു. എന്നിട്ട് അവനെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടു. അശ്വതിയുടെ വീടിനടുത്തുള്ള ഒരു അമ്പലമായിരുന്നു അത്. ദൈവമേ. അമ്മേ, എന്റെ തോന്നലാണ്. അവൻ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടു കാണും. അതിനെ തുടർന്നുള്ള അന്വേഷണം ഇപ്പൊ അവൻ നടത്തുന്നത്. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുകടാ. അമ്മേ, പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ അച്ഛനോട് പറഞ്ഞ് അവനെ മുംബൈയിലേക്ക് മാറ്റണം. അതെന്തിനാ ആദ്യേട്ടാ അരുണിനെ മുംബൈയിലേക്ക് മാറ്റുന്നേ? അത് എന്താ അമ്മേ, ആദ്യേട്ടൻ എന്താ പറയുന്നേ? ഏയ്, ഒന്നുമില്ല മോളെ. നമ്മുടെ മറ്റ് ഓഫീസുകളൊക്കെ സ്ട്രോങ് ആക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാ. ആദ്യേട്ടാ, കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന എന്നോടല്ലേ അത് ആദ്യം ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോ എന്തോ ഗൂഢാലോചന നടക്കുന്ന പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ത് ഗൂഢാലോചന? ഞാൻ കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിച്ചതാ, അത്രേ ഉള്ളൂ. ആദ്യേട്ടന് അരുണിനോട് എന്തോ ഇഷ്ടക്കേടുണ്ട്. അതിന്റെ ദേഷ്യത്തില് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ നോക്കാണോ അമ്മ? മോളെ, പറഞ്ഞില്ലേ അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിച്ചേ. അത് പോട്ടെ. മോൾ അമ്മയ്ക്കൊരു വാക്ക് തന്നിരുന്നു.
അതിന്റെ കാര്യം ഓർമ്മയുണ്ടോ? അത് ഞാൻ മറക്കും അമ്മേ. ശ്യാമയും അഖിലിനെയും തമ്മിൽ പിരിച്ച് അഖിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യല്ലേ? വാക്ക് തന്ന കാര്യം ഞാൻ നിറവേറ്റു അമ്മേ. മോളെ, എത്രയും പെട്ടെന്ന് തന്നെ അത് വേണം. എന്റെ നെഞ്ചിൽ തീയ. മോനെ കാണാൻ പറ്റാത്ത സങ്കടം ഒരു വശത്ത്, ഞാൻ അവളുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിഷമം മറുഭാഗത്ത്. അമ്മ വിഷമിക്കാതെ. അമ്മയെ തോറ്റു കൊടുക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മിണ്ടി പോകരുത്. കൂടുതലും മിണ്ടിയോ ഞാൻ പോയി തൂങ്ങിച്ചാവും. തന്റെ പേര് എഴുതി വെച്ചിട്ട്. എന്റെ ദൈവമേ, എനിക്കിനി ജീവിക്കണ്ട. എന്റെ ജീവിതം നശിച്ചു. ഈ വഞ്ചകൻ മനഃപൂർവ്വം നശിപ്പിച്ചു. ഞാനിനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? അല്ല, ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും. മതി ന്യായം പറയല്. പ്രസാദേട്ടാ, നിങ്ങളും അനുജന്മാരും കൂടെ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് കൂടെ നിന്നത് ഇതിനാണെന്ന് കരുതിയില്ല ഞാൻ. ഞങ്ങൾ ആരോരും ഇല്ലാത്ത 3 പെൺകുട്ടികളാ. ഞങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ കടന്നു വന്ന് ആളായും തൊഴിലായും പണമായും ഒക്കെ സഹായിച്ചപ്പോ ഞങ്ങള് കരുതിയത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ദൈവമായിട്ട് അയച്ചവരാണ് നിങ്ങളെന്നാണ്. പക്ഷെ ഇപ്പോ നിങ്ങളിൽ ഒരാള് നിങ്ങളുടെ തനി സ്വരൂപം കാണിച്ചു തന്നിരിക്കുന്നു. വഞ്ചനയുടെയും ചതിയുടെയും തനി സ്വരൂപം. ഞങ്ങളുടെ നിസ്സഹായത ചൂഷണം ചെയ്യുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരു സഹകരണവും ഇല്ല. ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദിയുണ്ട്. ചേട്ടനും അനിയനും ദയവായി ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോയി തരണം. ഈ പാവങ്ങള് മാനാഭിമാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. മുരളി വാ. അങ്ങനെ കൈ വീശി പോകണ്ട. നോക്കി, ആര് കെട്ടിയതായാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയതായാലും താലി ഒരു സ്ത്രീയുടെ പവിത്രമായ ബന്ധനമാണ്. അതിങ്ങനെ പൊട്ടിച്ചെറിയുന്നത് ദൈവനിന്ദയായി കണക്കാക്കൂ. നമ്മളത് ചെയ്യാൻ പാടില്ല. സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിനുള്ള പരിഹാരം താലി പറിച്ചെറിയുന്നതല്ല. സാവധാനം ആലോചിച്ചു വേണം എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. അതുവരെ ഈ താലി കഴുത്തി തന്നെ കിടക്കണം. കിടന്നേ പറ്റൂ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ പറയുന്നത്. ബാക്കി നിനക്ക് തീരുമാനിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.